ഇല്ല, ആനയ്ക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല. പക്ഷെ ഞങ്ങൾ പുറത്ത് നിൽക്കുകയായിരുന്നു, അമ്പലത്തിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. കോമ്പൗണ്ടിന്റെ പുറത്തായിരുന്നതുകൊണ്ട് മക്കളെയും കൂട്ടി ഓടാൻ കഴിഞ്ഞ്. പക്ഷെ മരണം സംഭവിച്ചതൊക്കെ അറിയുന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ പുറകിൽ തന്നെയായിരുന്നു ഓടിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച ഒരു ഇടവഴിയായിരുന്നു, അങ്ങോട്ടേക്ക് ഓടില്ല എന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷെ നോക്കുമ്പോൾ അങ്ങോട്ട് തന്നെ ഓടി വന്നതാണ്. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വന്നത്. നമ്മളെങ്ങനെയോ മക്കളെ ഒക്കെ കൂട്ടി എങ്ങനെയോ ഓടി വീട്ടിലെത്തി. ആന പുറകിലുണ്ടായിരുന്നു. അവിടെ അമ്പലത്തിനുള്ളിൽ 2 ആനയായിരുന്നു. വരവ് വരാൻ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ വരവിന്റെ കൂടിയാണ് ബാക്കിയുള്ള ആനകൾ വരിക. അപ്പൊ അമ്പലത്തിനുള്ളിൽ 2 ആന ഉണ്ടായിരുന്നു. അപ്പൊ 2 ആനയാണ് സംഭവിച്ചത്. ഈ ഒരുപാട് പേര് പ്രസിദ്ധമായ ഒരു ഉത്സവമാണ്. 9-ാം തീയതിയാണ് ഉത്സവം ആരംഭിച്ചത്. ഇന്ന് സമാപന ദിവസമായിരുന്നു. അപ്പോൾ ഒരുപാട് പേർ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നോ? ഒത്തിരി പേരുണ്ടായിരുന്നു. ഇതൊരു ദേശത്തിന്റെ ഉത്സവമാണ്. അടുത്ത് കുറേ പ്രദേശങ്ങളുടെ ഒരു ഉത്സവമാണിത്. അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. ഈ എത്ര പേർക്ക് പരിക്ക് പറ്റി, അത്തരത്തിലുള്ള വിവരങ്ങൾ വല്ലതും അറിയാമോ? നമുക്ക് കൂടുതലൊന്നും അറിയില്ല. 2 ആൾ മരണപ്പെട്ടെന്ന് അറിയുന്നുണ്ട്. പക്ഷെ വേറെ കൂടുതലായിട്ടൊന്നും. കുറേ പേർക്ക് പരിക്കും, ആംബുലൻസും വണ്ടിയിലും ടാക്സിയിലൊക്കെ ആയിട്ട് ഒരുപാട് പേരെ കൊണ്ടുപോകുന്നുണ്ട്. ഈ അപകടം നടക്കുന്ന സമയം എപ്പോഴായിരുന്നു? ഇപ്പോൾ ഒരു 5:30 മണി 6 മണിൻ്റെ ഉള്ളിലാണ്. വസുതയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. വസുതയുടെ മാനസികാവസ്ഥ അറിയാവുന്ന ആളുകൾ ആണ് അപകടത്തിൽ മരണപ്പെട്ടതെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വിഷമവും കൂടെ ഞങ്ങൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഷബീർ ഉമറിലേക്ക് പോവുകയാണ്. ഷബീർ, വസുത പറയുന്നതനുസരിച്ച് കുട്ടികൾ, സ്ത്രീകൾ അടക്കം ഒട്ടനവധി ആളുകൾ വന്നിരുന്ന ഒരു ഉത്സവം, ഒരു ദേശത്തിൻ്റെ ഉത്സവം തന്നെയാണ്. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ ഇടയിലാണ് അതിദാരുണമായ ഈ അപകടം സംഭവിക്കുന്നത്. കാനത്തിൽ ജമീല MLA പറഞ്ഞതനുസരിച്ച് നിരവധി പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, കുറച്ചുപേരെ താലൂക്ക് ആശുപത്രികളിലേക്ക് മാറ്റി. ഇപ്പോൾ പരിക്കേറ്റവരുടെ കണക്കുകളിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. ഏതെങ്കിലും നിർണായകമായ പുതിയ വിവരം ലഭിക്കുന്നുണ്ടോ ഷബീറിന്? അജി സൂചിപ്പിച്ചതുപോലെ കൂടുതൽ പേർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരിക്കേറ്റവർ, ഗുരുതരമായി പരിക്കേറ്റവർ ഇനിയും ഉണ്ടാകും. 30 പേരിൽ ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. ഏതാനും പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് പലരെയും കൊണ്ടുപോയത്. ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചില ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ചിലരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ആനകൾ ഇടഞ്ഞു ഓടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ആദ്യം ഒരു ആന ഇടയുന്നു, സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ആനയെ പിറകിൽ നിന്ന് കുത്തുന്നു. ഈ സമയത്ത് ഈ 2 ആനകൾ ചേർന്ന് ഓടുകയാണ്. ഒപ്പം തന്നെ ഈ ആനകൾ ഈ വരവ് വരുന്നതിനിടെ, അതായത് ഉത്സവത്തിന്റെ വരവ് വരുന്നതിനിടെ ആളുകൾ സമീപത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടഞ്ഞ ആനകൾ ഓടുന്നതിനിടെ പരിഭ്രാന്തരായി ഓടുകയായിരുന്നു ഈ ഉത്സവപ്പറമ്പിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ. അതിനിടെയാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത്. വീണും ഒപ്പം തന്നെ തിക്കിലും തിരക്കിലുമായിട്ടാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ഇടഞ്ഞ ആനകളുടെ പേര് വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. പീതാംബരൻ ഒപ്പം തന്നെ ഗോകുൽ എന്നീ പേരായ 2 ആനകളാണ് ഇടഞ്ഞത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ 2 ആനകളും ചേർന്ന് സമീപത്തെ ഓഫീസും, അതായത് ദേവസ്വം ഓഫീസ് കെട്ടിടവും തകർത്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഈ ആനകളെ തളക്കാനായത്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ആനകളെ തളക്കാനായത്. ഒപ്പം തന്നെ ആനകൾ ഓടി മറ്റൊരു പ്രധാനപ്പെട്ട റോഡിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഇതിനിടെ സമീപത്തുണ്ടായിരുന്ന ഓഫീസ് തകർത്തതിന് ശേഷം ഈ 2 ആനകളും ചേർന്ന് ഓടിപ്പോവുകയായിരുന്നു. എന്തായാലും ആനകൾ നേരിട്ട് കൂടുതൽ പേരെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത് പരിഭ്രാന്തരായി ഓടുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ്. വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഉത്സവപ്പറമ്പിൽ എന്ന് പറയുമ്പോൾ വൈകിട്ട് 6 മണിയോട് കൂടി വരവ് വരുന്നതിനിടെ ഉത്സവത്തിന്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് എത്തുന്ന സമയമാണ്. കൂടുതൽ പേർ, അതായത് കൂടുതൽ ആളുകൾ എത്തുന്ന സമയം കൂടിയാണ്. ആ സമയത്താണ് ഈ ആനകൾ ഇടഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇതിനിടെയാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും പരിക്കേറ്റ 30 പേരിൽ ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഈ മരിച്ചവർ കൂടി, അതായത് 2 പേർ മരിച്ചു. 2 സ്ത്രീകളാണ്. അമ്മുക്കുട്ടി, ലീല എന്നീ പേരായിട്ടുള്ള 2 സ്ത്രീകളാണ്. കുറുവങ്ങാട് സ്വദേശികളാണ്. 2 പേരും പ്രായം ചെന്ന ആളുകളാണ്. 60-ന് മുകളിൽ പ്രായമുള്ളവരാണ് മരിച്ച 2 പേരും എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ നിലയ്ക്ക് പരിക്കേറ്റവരിൽ കൂടുതൽ പേർ പ്രായം ചെന്നവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ആന
ഇടയുന്ന സമീപത്ത് തന്നെ ഈ ആനകൾ ഇടയുന്നതിനോട് ചേർന്ന് തന്നെ ആളുകൾ തടിച്ചുകൂടി നിന്നിരുന്നു. അപ്പോൾ അതിനിടെ ഈ ആനകൾ ഇടഞ്ഞ സമയത്ത് ആളുകൾ പരിഭ്രാന്തരായി ഓടി. ഇതിനിടെയാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത്. ഈ പരിക്കേറ്റ 30 പേരിൽ 5 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. മറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നുള്ള അവരുടെ മരണമാണ് പിന്നീട് സ്ഥിരീകരിച്ചത്. അതിലിപ്പോൾ 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ചിലരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. അജീത്, ഷബീർ ഉമറാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. 5 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള നിർണായകമായ വിവരമാണ് ഷബീർ ഇപ്പോൾ അവിടെ നിന്നും നൽകുന്നത്. നേരത്തെ ഗുരുതരമായി പരിക്കേറ്റ 2 പേർ മരിച്ചിരുന്നു. 2 സ്ത്രീകളാണ് മരിച്ചത്. ഇപ്പോൾ കോഴിക്കോട്ടേക്ക് കുറേ പേരെ മാറ്റിയിട്ടുണ്ട്. കുറച്ച് പേരെ അവിടെ താലൂക്ക് ആശുപത്രിയിൽ, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അമ്മുക്കുട്ടി, ലീല എന്നീ സ്ത്രീകളാണ് മരിച്ചിരിക്കുന്നത്. ഈ ആന ഇടഞ്ഞത് എഴുന്നള്ളിപ്പിനിടയിൽ ഉഗ്രമായ ശബ്ദം കേട്ടാണ്. ഇപ്പോൾ കൊയിലാണ്ടി നഗരസഭ മുൻ ചെയർമാനായ സത്യൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സത്യൻ, ഈ അപകടം സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് താങ്കൾക്കറിയാമോ? അതിന്റെ വിവരങ്ങളൊന്ന് പങ്കുവെക്കുമോ? അവിടെ കുറുവങ്ങാട് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആന വിരണ്ടോടിയതാണെന്നാണ് മനസ്സിലാക്കിയത്. ഈ എത്ര പേർക്ക് പരിക്കേറ്റു അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? 30ഓളം പേരാണ് ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. അവരെ ചികിത്സയ്ക്ക് ആവശ്യമായ അടിയന്തര സാഹചര്യം താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്ര പേരെ മാറ്റിയിട്ടുണ്ട്? 2 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഒരു 6ഓളം പേരെ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പം മാറ്റിയിട്ടുണ്ട്. 6 പേരെയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവരുടെ നില എങ്ങനെയുണ്ട് എന്ന് അറിയാമോ? ഇവരുടെ നില തൃപ്തികരമാണ്. ഫ്രാക്ചറും മറ്റുമായ കാര്യമായിട്ടുള്ളൂ. ഇതെപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്? ഈ ആനകളെ തളച്ചിട്ടുണ്ടോ? ആനകളെ തളച്ചു കഴിഞ്ഞായിട്ടാണ് മനസ്സിലാക്കിയത്. 5-5:30 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നഗരസഭ മുൻ ചെയർമാനായ സത്യനാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. ഷബീർ ഉമർ വീണ്ടും ചുരുക്കുകയാണ്. ഷബീർ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് 6 പേരെയാണ്. 6 പേരുടെ നില ഗുരുതരമെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. മരിച്ച 2 പേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അവരുടെ മൃതശരീരവും ഉള്ളത്. 30ഓളം പേർ ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ഉണ്ട് എന്ന് നഗരസഭാ മുൻ ചെയർമാനും പറയുന്നു. 2 ആനകളാണ് ഇപ്പോൾ ഇടഞ്ഞത്. വാർത്തയുടെ വിവരങ്ങൾ ഷബീർ ഉമർ നൽകും. ഷബീർ, കൂടുതൽ വിവരങ്ങൾ ഷബീറിന് ലഭിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ പരിക്കേറ്റ 30-ലധികം പേരിൽ 6 പേരുടെ പരിക്ക് ഗുരുതരമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. എന്തായാലും പരിക്കേറ്റവർക്കെല്ലാം തന്നെ കാര്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം തിക്കിലും തിരക്കിലും പെട്ട്, അതായത് ആനകൾ ഇടഞ്ഞ സമയത്ത് പരിഭ്രാന്തരായി ഓടുന്നവരുടെ തിക്കിലും തിരക്കിലും പെട്ടാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത്. ആ നിലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റവരെ കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിലും ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ 2 പേർക്ക്, ഇപ്പോൾ മരിച്ച 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിച്ചിരുന്നത്. 2 പേരും പ്രായം ചെന്ന സ്ത്രീകളാണ്. അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് അവരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 6 പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട് എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെയാണ് കൂടുതലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആ നിലയ്ക്ക് പരിക്കേറ്റവരുടെ സ്ഥിതി അല്പം മോശമാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കൂടുതൽ പേർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം തിക്കിലും തിരക്കിലും പെട്ടാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത്. പരിഭ്രാന്തരായി ഓടുന്നതിനിടെയാണ് പലരും തിക്കിലും തിരക്കിലും പെട്ടും വീണും മറ്റും പരിക്കേറ്റിട്ടുള്ളപ്പോൾ അതിൽ കൂടുതൽ പേരുണ്ടാകാം. കൃത്യമായ ഒരു കണക്ക് പരിക്കേറ്റവരുടെ ഇപ്പോൾ ലഭ്യമല്ല. 30-ലധികം പേർക്ക് മൊത്തം പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 6 പേർക്ക് ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. എന്തായാലും 2 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ദാരുണമായ സംഭവം. എന്തായാലും 2 മരണം സ്ഥിരീകരിച്ചു. 2 പേരും സ്ത്രീകളാണ്. കുറുവങ്ങാട് സ്വദേശികളാണ്, പ്രദേശവാസികളാണ്. 2 പേരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അതായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ
പ്രായം ചെന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ അപകടത്തിൽ കൂടുതലും പരിക്കേറ്റവർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തിക്കിലും തിരക്കിലും വിട്ട് ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതിനിടെയാണ് ഈ പ്രായം ചെന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ആശ്വാസകരമായ കാര്യം, ഏക ആശ്വാസം എന്ന് പറയുന്നത് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ഈ ആനകളെ തളയ്ക്കാനായി അല്ലെങ്കിൽ വലിയ അപകട വ്യാപ്തി ഉണ്ടാവുമായിരുന്നു. കാരണം ഈ ആനകൾ വിരണ്ടോടി, 2 ആനകൾ ഒരുമിച്ച് വിരണ്ടോടുന്നു. ഈ സമയത്ത് വലിയ അപകടങ്ങളിലേക്ക് പോകാതെ പെട്ടെന്ന് തന്നെ ഈ ആനകളെ തളയ്ക്കാനായി എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. എന്തായാലും പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്.